അതെ, ഞാനും പ്രകാശനും കൂടി പ്ലാൻ ഇട്ടതാ ഒരു കുഞ്ഞു കൂടി വേണമെന്ന്. അപ്പോഴാണ് അമ്മ കൂടി പറഞ്ഞത് അമ്മയ്ക്ക് അമ്മയുടെ മകന്റെ കുഞ്ഞിനെ ലാളിക്കണമെന്ന്. അപ്പൊ പിന്നെ പ്രകാശേട്ടനും പറഞ്ഞു നമുക്കൊരു കുഞ്ഞു കൂടി ആകാന്ന്. എടി സത്യത്തിൽ ഇതൊരു ബിസിനസ് ട്രിപ്പ് അല്ല, ഞങ്ങളുടെ സെക്കൻഡ് ഹണിമൂണാണ്. വീട്ടിൽ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ബിസിനസ് ട്രിപ്പാന്നൊരു കള്ളം പറഞ്ഞു. ഇവിടെ എന്തേലും ഒരു സമാധാനം വേണ്ടേ, അതുകൊണ്ട് കുറച്ചു ദിവസം മാറി നിൽക്കാന്ന് വെച്ചു. ശരിയടി, ഞാൻ നിന്നെ വിളിക്കാം. ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ സംസാരിച്ചൊന്നും കേട്ടില്ലല്ലോ. ഞാനൊന്നും കേട്ടില്ല. അത് നന്നായി. അമ്മ ഇന്നലെ രാത്രി വീണ്ടും മുറിയിൽ വന്ന് പറഞ്ഞു കുഞ്ഞിന്റെ കാര്യം. വെറുതെ പറഞ്ഞല്ലാന്ന്. അപ്പൊ പിന്നെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ? സത്യത്തിൽ അതുകൊണ്ടൊന്നുമല്ല ഞാൻ അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നിൽക്കുന്നത്. പിന്നെ ഇതാവുമ്പോ ഇതും പറഞ്ഞ് എനിക്ക് നിങ്ങളെ ഇടക്കിടക്ക് കുത്തി നോവിക്കാലോ. എനിക്കൊരു സന്തോഷം. എന്നെ തോപ്പിക്കാൻ വേണ്ടിയാണോ നീ പ്രസവിക്കാൻ തീരുമാനിച്ചത്? പിന്നല്ലാതെ, എനിക്ക് ഭ്രാന്താണല്ലോ അങ്ങേരുടെ അമ്മ പറഞ്ഞവിടെ പ്രസവിക്കാൻ നിൽക്കാൻ. ഇത് നിങ്ങളെ തോൽപ്പിക്കാനും വേദനിപ്പിക്കാനും വേണ്ടി മാത്രം ചെയ്യുന്നത്. നല്ല കാര്യം അഞ്ജു, നല്ല കാര്യം. ഒന്ന് കുത്തി നോവിച്ചപ്പോ എന്തൊരാശ്വാസം. ഇത് കണ്ടോ, നല്ല രസമുണ്ട്. നിന്റെ ഉണ്ടല്ലോ, ഞാൻ കാണിക്കാം ഒരു സെക്കൻഡ്. തപ്പട്ടെ. ഇത് എന്ത് കോലോ. ഇത് കണ്ടോ, ഇന്നെന്റെ അടുത്ത് പണ്ടേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇല്ല, ഞാൻ നിങ്ങളുടെ അടുത്ത്. നല്ല രസമുണ്ടല്ലേ? എല്ലാരും ഇവിടെ ഇരുന്ന് ഫോണിൽ കളിയാ. താഴോട്ട് ഇറങ്ങി വാ, ഭക്ഷണം കഴിക്കാം. അമ്മ, ദേവുവിന്റെ അച്ഛനും അമ്മയും പോവല്ലേ, അതുകൊണ്ട് അതിന്റെ സന്തോഷത്തിൽ ഇവിടെ ഇരിക്കുക. ഞാനൊക്കെ ആയിരുന്നെങ്കിലേ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കി എന്നെ. ഇവിടെ ഒരുത്തിയാണെങ്കിലോ കൊണ്ടുപോകാത്തതിനെ സന്തോഷിക്കണം. കുഞ്ഞുവാക്ക് അനക്കം വെച്ചു തുടങ്ങിയ കുഞ്ഞുവാവ അനങ്ങാനൊന്നും ആയില്ല മോനെ. ദേവു, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇവരുടെ അടുത്ത് സംസാരിക്കാനൊന്നും പോരുതെന്ന്. അതെന്താ കുഞ്ഞുമ്മ, ദേവു എന്റെ അമ്മയോട് സംസാരിച്ച കുഴപ്പം? എന്റെ മോൾ ആരോടൊക്കെ സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, അതിന് നീ ഇടപെടണ്ട. എന്താണ് ഇവിടെ എത്ര ബഹളം? അമ്മ, ഞാൻ ഇന്നലെ അമ്മയോട് പറഞ്ഞല്ലേ എന്റെ മോളെ ഇവിടെ നിർത്തിയിട്ട് പോകാന്ന്. സോറി അമ്മ, എനിക്കിനി അത് പറ്റില്ല. എന്റെ മോള് ഇവരുടെ കൂടെ ഇങ്ങനെ സംസാരിക്കുന്ന ഇടപഴകുന്നൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. അതെന്താടി ഏട്ടത്തിയോട് മിണ്ടിയ കുഴപ്പം? പിന്നെ ഒരു ഏട്ടത്തിയൊക്കെ നിങ്ങൾക്ക്, എനിക്കങ്ങനെയല്ല. ഇവര് ചെയ്തു വെച്ചത് കണ്ട് ഇപ്പൊ ഭർത്താവിന് വേണ്ട, മുമ്പ് കൂടെ നിന്നിരുന്ന അമ്മയ്ക്ക് വേണ്ട. അതാണ് ഇവരുടെ മഹത്വം. ഇങ്ങനെ ഒരു സ്ത്രീയുടെ കൂടെ എന്റെ മോള് ഇടപഴകണ്ട, അത്രേ ഉള്ളൂ.